ഫ്രണ്ട്സ്, സി പ്രോഗ്രാമിങ്ങിൻ്റെ മറ്റൊരു സെഷനാണ് ലൂപ്പാണ്. വാട്ട് ഈസ് ലൂപ്പ്? ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് പോകണമെങ്കിൽ ലൂപ്പ് അല്ലേ, നമ്മൾ ഒരു ലൂപ്പിൽ പെട്ട് കിടക്കാന്ന് പറയില്ലേ. നമ്മളിൽ പലരും ഇപ്പോൾ ലൂപ്പിൽ പെട്ട് കിടക്കുകയായിരിക്കും. ഈ ലൂപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഈ ലൂപ്പ് പഠിക്കണം. ഓക്കെ, ഇപ്പോൾ ലൂപ്പിൻ്റെ ഒരു പ്രാക്ടിക്കൽ നമുക്കിപ്പോൾ നോക്കാം. സബ്ലൈം ടെക്സ്റ്റിനകത്ത് പുതിയൊരു കോഡായിട്ട് ടൈപ്പ് ചെയ്യാം. നമുക്കിതിനാദ്യമേ സേവ് ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ പോയിട്ട് കോഡ് 3 എന്ന് സേവ് ചെയ്യാം. ഇനി നമുക്ക് കോണയോ കൂടി വേണ്ടി വരും. ഇൻറ്റ് മെയിൻ ആണ്. റിട്ടേൺ വാല്യൂ ആദ്യമേ എഴുതി വയ്ക്കുന്നു. ഇനി നമുക്കിവിടെ ഒരു ഇൻറ്റിജർ വേരിയബിൾ കൗണ്ട് എന്നാണ് പേരിടുന്നത്. ഓക്കെ, ഇതിന് ഞാനൊരു ഇനീഷ്യൽ വാല്യൂ കൊടുക്കുന്നു. എന്ന് വെച്ചാൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ഒരു വാല്യൂ കൊടുക്കുന്നു. ഞാൻ 0 ആണ് വാല്യൂ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലൂപ്പിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത വൈൽ എന്ന് പറഞ്ഞ ലൂപ്പ് നോക്കാം. വൈലിനകത്ത് ഞാൻ കൗണ്ട് ലെസ്സർ ദാൻ 10 എന്നെഴുതി. ഓക്കെ, ഇനി ഞാൻ ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു. ഇതിനകത്ത് പ്രിൻ്റ്എഫിനകത്ത് ഞാൻ ഒരു മെസ്സേജ് കൊടുക്കുന്നു, ഹായ് ഫ്രണ്ട്സ്. അതാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു സ്ലാഷ് ഇട്ടിട്ടുണ്ട്. സ്ലാഷ് എന്ന് പറഞ്ഞാൽ ന്യൂ ലൈൻ ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ ഒരു നെക്സ്റ്റ് ലൈനിലേക്ക് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ആവും. ഓക്കെ, ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മൾക്കിവിടെ കൗണ്ടിൻ്റെ വാല്യൂ 0 ആണല്ലേ. ഇനി അതെപ്പോൾ 10 ആവും. 10 ആവണമെങ്കിൽ ചുമ്മാ ആവില്ല. ഇവിടെ നമ്മൾക്ക് എന്തെങ്കിലും എഴുതണം. ഞാനിവിടെ ഒരു ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ കൊടുക്കുന്നുണ്ട് കൗണ്ടിൻ്റെ കൂടെ, കൗണ്ട് പ്ലസ് പ്ലസ്. ഓക്കെ, അപ്പോൾ ഇത് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററാണ്. ഓരോ തവണയും ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് കൗണ്ടിൻ്റെ വാല്യൂ ഒരു തവണ ആഡ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കമൻറ്റ് പ്രോംപ്റ്റ് എടുക്കുന്നു. ഇതിനകത്ത് ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് പോയി എന്നിട്ട് GCC ഉപയോഗിച്ചിട്ട് കോഡ് 3 ആണ് കമ്പൈൽ ചെയ്യേണ്ടത്. ഔട്ട്പുട്ടിൻ്റെ നെയിം ഞാൻ ലൂപ്പ് 1.exe എന്നാണ് പേരിടാൻ ഉദ്ദേശിക്കുന്നത്. കമാൻഡ് കൊടുത്തു. ഇനി ഡെസ്ക്ടോപ്പിൽ പോയി നോക്കാം. ലൂപ്പ് 1 വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അവിടെ റണ്ണായി, പക്ഷെ വന്നിട്ട് പോയി. നമ്മൾ ഒരു സംഗതി വിട്ടുപോയിട്ടുണ്ട്. നമ്മളവിടെ ഗെറ്റ് CH, കഴിഞ്ഞ കോഡിലൊക്കെ ഗെറ്റ് CH എന്ന് പറഞ്ഞൊരു സാധനം എഴുതിയിരുന്നു. ഇവിടെ എഴുതിയില്ല. ഓക്കെ, നമുക്കത് കൂടെ ആഡ് ചെയ്യാം. ഗെറ്റ് CH, ഇത് സേവ് ചെയ്യുന്നു. വീണ്ടും കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് സെയിം കമാൻഡ് വീണ്ടും കൊടുക്കുന്നു. ഡെസ്ക്ടോപ്പിൽ പോയി നോക്കാം. സെയിം ലൂപ്പ് 1.exe ഓടിക്കാം. ഓക്കെ, ഇവിടെ കുറേ തവണ ഹായ് ഫ്രണ്ട്സ് എന്ന് എഴുതിയിട്ടുണ്ടല്ലേ. കൃത്യമായിട്ട് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 10 തവണ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ വിൻഡോ ക്ലോസ് ആയി പോകും. ഒരിക്കൽ കൂടി കോഡിനകത്തേക്ക് വന്ന് നോക്കൂ. ഇവിടെ കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ, ഇതിൻ്റെ ഇനീഷ്യൽ വാല്യൂ 0. വൈൽ ലൂപ്പിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അകത്തേക്ക് വരുമ്പോൾ തന്നെ വരണോ വേണ്ടയോ എന്നുള്ളത് ഇവിടെ തീരുമാനമാക്കും. കൗണ്ട് ലെസർ ദാൻ 10 ആണെങ്കിൽ വരും. കൗണ്ട് ലെസർ ദാൻ 10 ആണല്ലോ, കാരണം വാല്യൂ 0 ആണല്ലോ. 0 ലെസർ ദാൻ 10 ആണ്. അതുകൊണ്ട് അകത്തേക്ക് വന്നു. അകത്തേക്ക് വന്നപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്തു. നെക്സ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ആകുമ്പോൾ കൗണ്ടിൻ്റെ വാല്യൂ ഒരു തവണ ഇൻക്രിമെൻ്റ് ആവും. എന്ന് വെച്ചാൽ കൗണ്ടിൻ്റെ വാല്യൂ 1 ആകും. ഇത് കഴിഞ്ഞിട്ട് ഈ ലൂപ്പ് വിട്ട് പോകുന്നില്ല. ഈ വൈൽ ലൂപ്പിനകത്ത് തന്നെ കിടക്കും. എന്നിട്ട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പോൾ കൗണ്ടിൻ്റെ വാല്യൂ 10നേക്കാളും കുറവാണോ നോക്കി. കൗണ്ടിൻ്റെ വാല്യൂ 1 ആണ്, അത് 10നേക്കാളും കുറവാണ്. അപ്പോൾ വീണ്ടും ഒരു തവണ കൂടി എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ
1 ഇൻക്രിമെൻ്റ് ആയി 2 ആയി, പിന്നെ 3 ആയി, 4 ആയി, 5 ആയി, 7 ആയി. 9 ആണെങ്കിൽ എന്ത് സംഭവിക്കും? 9 ആണെങ്കിലും 9 10നേക്കാളും ചെറുതാണോ നോക്കുന്നു. കണ്ടീഷൻ ഓക്കെയാണ്, വീണ്ടും ഇത് വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 10 ആയി. 10 ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് വീണ്ടും വന്നിട്ട് ഇത് വർക്ക് ചെയ്യുമോ ഇല്ലയോ? 10 10നേക്കാൾ ചെറുതല്ല, അതുകൊണ്ട് വർക്ക് ചെയ്യില്ല. പക്ഷേ നമ്മൾക്കവിടെ 10 തവണ പ്രിൻ്റ് ആയിട്ടുണ്ടല്ലോ. 10 വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് 10 തവണ അവിടെ പ്രിൻ്റ് വരുന്നത്? 10 തവണ പ്രിൻ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്. കാരണം നമ്മൾ കൗണ്ടിൻ്റെ ഇനീഷ്യൽ വാല്യൂ 0 ആണ് കൊടുത്തത്. അപ്പോൾ 0 1 2 3 അങ്ങനെ കൗണ്ട് ചെയ്ത് വന്നിട്ട് 9 വരെ വന്നു. അങ്ങനെയാണ് 10 ടൈംസ് അത് പ്രിൻ്റ് ആയത്. ഓക്കെ, അപ്പോൾ വൈൽ ലൂപ്പ് ഇതാണ്. നമ്മളൊരു കണ്ടീഷൻ കൊടുത്തിട്ട് അതിനകത്ത് നമ്മൾക്ക് അത്രയും തവണ മീൻസ് കണ്ടീഷൻ എത്ര സമയം ട്രൂ ആയിട്ടിരിക്കുന്നോ അത്രയും സമയം ഇത് ഓടിക്കൊണ്ടേയിരിക്കും. ഇനി ഞാൻ ഇതിനകത്തൊന്നും കൊടുക്കുന്നില്ല. ഇതിനകത്ത് സിംപ്ലി ഒരു 1 കൊടുക്കുന്നു. ഇതിനാണ് ഇൻഫൈനൈറ്റ് ലൂപ്പ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇൻഫൈനൈറ്റ് ലൂപ്പ് ആയിരിക്കുമ്പോൾ ഇതിനകത്ത് ഒരിക്കലും പുറത്ത് കിടക്കില്ല. കാരണം കണ്ടീഷൻ ഒന്നുമില്ല. 1 എന്ന് പറഞ്ഞാൽ ട്രൂ എന്നുള്ളതാണ് അർത്ഥം. ഓൾവേസ് ട്രൂ ആണ്. അപ്പോൾ ഇതിനകത്ത് ഒരിക്കലും പുറത്ത് കിടക്കില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹായ് ഫ്രണ്ട്സ് എന്ന് സ്ക്രീനിൽ മുഴുവനും ടൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരു നമ്മളുടെ കമ്പ്യൂട്ടർ ഹാങ് ആക്കുന്ന പോലുള്ളൊരു സെറ്റപ്പാണ്. ഇനി ഡു വൈൽ എന്താണെന്നുള്ളത് നോക്കാം. ഇതിനെ ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് ഇവിടെ ഡു എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇത്രയുള്ളൂ ഡു വൈൽ. ഇനി ഇതിനകത്ത് 1 എന്നുള്ള കണ്ടീഷനല്ല, നേരത്തെ കൊടുത്തതുപോലെ കൗണ്ട് ലെസ്സർ ദാൻ 10 അല്ല, ഞാനിവിടെ 1 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ലെസ്സർ ദാൻ 0 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ലെസ്സർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ഒക്കെ ആവണം അല്ലേ? ഓക്കെ, അപ്പോൾ കൗണ്ടിൻ്റെ വാല്യൂ ഞാൻ ഇനീഷ്യലൈസ് ചെയ്തത് 0 വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ ഒരു തവണ പോലും സാറ്റിസ്ഫൈ ആകില്ല. അപ്പോൾ നമുക്ക് ഈ കോഡൊന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, ലൂപ്പ് 1.exe ഓടിക്കണം. നമുക്ക് റിസൾട്ട് വന്നു. ഇതിനകത്ത് ഒരു തവണ ഹായ് ഫ്രണ്ട്സ് എന്ന് എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ആക്ച്വലി ഈ കണ്ടീഷൻ ഒരു തവണ പോലും സാറ്റിസ്ഫൈ ആവുന്നില്ല. പക്ഷേ ഒരു തവണ ഇത് പ്രിൻ്റ് ആയി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു വൈലിനകത്ത് ഡു കഴിഞ്ഞിട്ട് അവിടെ കണ്ടീഷനൊന്നുമില്ല. ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പുറത്ത് വന്നിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ആക്ച്വലി ഡു വൈലിൽ എന്ത് എഴുതിയിട്ടുണ്ടോ ഇത് ഒരു തവണയെങ്കിലും എക്സിക്യൂട്ട് ആകും. എക്സിക്യൂട്ട് ഒരു തവണയെങ്കിലും ചെയ്തതിന് ശേഷമേ ഇവിടെ കണ്ടീഷൻ എന്താണ് എന്ന് ചെക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഇവിടെ ഞാൻ വൈലിനകത്ത് ചുമ്മാ 0 ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഓൾവേസ് ഫോൾസ് ആണ്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾക്ക് ഓടിച്ച് നോക്കാം. ഓക്കെ, ഇപ്പോഴും ഇത് ഹായ് ഫ്രണ്ട്സ് എന്ന് ഒരു തവണ വരുന്നുണ്ട്. അപ്പോൾ വൈലും ഡു വൈലും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. വൈലിൽ ആദ്യമേ നമ്മൾ ഒരു ലൂപ്പിനകത്തേക്ക് കയറുമ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഡു വൈലിലാണെങ്കിൽ ആദ്യമേ കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യില്ല. ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, സി കോഡിങ്ങിൽ ലൂപ്പിൻ്റെ ചെറിയൊരു സെഷനാണ് കഴിഞ്ഞത്. എല്ലാവരും ഇതിനൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റുകളായിട്ട് ഇടുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.